ശ്രീ വസന്ത് സിറിയക്ക് അളിയനെ ഓഫീസിൽ കയറ്റാനുള്ള തീരുമാനം തെറ്റാണെന്നറിയാം, എന്നിട്ടും ചെയ്തു യു ടേൺ. പ്ലീഡർ നിയമനം തെറ്റാണെന്നറിയാം, എന്നിട്ടും ചെയ്തു വിവാദം യു ടേൺ. ഈ തീരുമാനം പ്രചാരണ കാലത്ത് നിങ്ങൾ പറഞ്ഞതിന് ഘടകവിരുദ്ധമാണ്, നിങ്ങൾക്കതിനറിയാം അല്ലേ? എന്നിട്ടും വിവാദം ഉണ്ടായി തിരുത്ത്. ആകെ 36 ദിവസത്തിൽ ഇത്രയധികം സമ്മർ സോൾട്ടിങ് കണ്ടൊരു മറ്റൊരു സർക്കാർ കാലം ഉണ്ടോ ശ്രീ വസന്ത്? അല്ല, തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തപ്പെടുകയും അത് തിരുത്താനുള്ള ആർജവവും സ്പേസും അങ്ങനെ ഒരു വ്യത്യാസമുണ്ടെങ്കിൽ അത് വിളിച്ചു പറയാനുള്ള രംഗവും ഒക്കെ ഉള്ളത് ജനാധിപത്യത്തിൽ നല്ലതല്ലേ ഹാഷ്മി? CPM ഇത് നടന്നിട്ടില്ലല്ലോ ഇന്ന് വരെ. അതുകൊണ്ടാണ് ഇതൊരു പുതിയ കാര്യമായി അങ്ങേക്ക് തോന്നുന്നത്. ഇനി മദ്യനയവുമായി ബന്ധപ്പെട്ട് ഈ ചർച്ച തുടങ്ങിയിട്ട് ഏതാണ്ട് 4 ദിവസമായി. ആ 4ാമത്തെ ദിവസത്തിൻ്റെ ആദ്യ ദിവസം തൊട്ടേ ഞാൻ പറയുന്നുണ്ട്, ഇത് ടാക്സ് ഇംപ്ലിമെൻറ്റേഷൻ മാത്രമാണ് നടത്തിയത്. അതുതന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞതും. അതൊരു ടെക്നിക്കൽ, ഒരു ടാക്സ് വകുപ്പിൻ്റെ അല്ലെങ്കിൽ നിയമവകുപ്പിൻ്റെ സാമ്പത്തിക വകുപ്പിൻ്റെ ഒരു ടെക്നിക്കൽ കാര്യം മാത്രമാണ്. എന്താണ്, കഴിഞ്ഞ സർക്കാർ ഒരു കാറ്റഗറൈസേഷൻ നടത്തുന്നു. ആ കാറ്റഗറൈസേഷൻ നടത്തി വീര്യം കുറഞ്ഞ മദ്യം എന്നൊരു സംവിധാനം ഉണ്ടാക്കുന്നു. ആ സംവിധാനത്തിൽ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബിയറും വൈനും മാത്രമാണ്. ബിയറിന് 80%, വൈനിന് 110% ടാക്സ്. അങ്ങനെ നോക്കുമ്പോൾ ആ കാറ്റഗറിയിൽ ഇപ്പോൾ ടാക്സ് കുറച്ചു എന്ന വാദം അംഗീകരിക്കാൻ പറ്റില്ല. ടാക്സ് ഏർപ്പെടുത്തുകയാണ് ചെയ്തത്. ആ ടാക്സ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആ കാറ്റഗറിയിലെ ഏറ്റവും ഉയർന്ന സ്ലാബിൽ തന്നെയാണ്. അപ്പോൾ കുറച്ചു എന്ന വാദവും കുറച്ചു എന്ന പുറംപൂച്ചും ആ പേരിലുള്ള രാഷ്ട്രീയ ഗിമ്മിക്കും ശരിയാണ്. നിങ്ങളുടെ ഹണിമൂൺ പീരീഡ് ആണ് ഇപ്പോഴും, 1 മാസക്കാലം കഴിയുന്നേ ഉള്ളൂ. പക്ഷേ ഹണിമൂൺ പീരീഡിന് ഏതാനും മാസങ്ങൾക്ക് മാത്രം മുമ്പ് ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ ഒരു പ്ലാൻ നടക്കുന്നുണ്ട്. ആ പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് അഴിമതിക്ക് വേണ്ടിയുള്ള പ്ലാനാണ്. അത് കാശ് വാങ്ങി സർക്കാർ ഖജാനയിലേക്ക് വരേണ്ട പണം ഏതോ ഡിസ്റ്റിലറി കൊടുത്തിട്ട് അത് LDF ഇലക്ഷൻ ഫണ്ട് കുമ്പാരം കൂട്ടാനുള്ള നീക്കമാണ്, ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അതിൽ പിന്മാറണേ എന്ന് പറഞ്ഞ ആളുടെ പേര് VD സതീശൻ എന്നാണ്. ഏതാനും മാസങ്ങൾ ഇപ്പോൾ അതേ തീരുമാനം നടപ്പാക്കി. ശരി, നിങ്ങളത് പിൻവലിക്കൽ നല്ല കാര്യം, ഈ പറയുന്ന പോലെ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടി പിൻവലിക്കൽ നല്ല കാര്യമാണല്ലോ. പക്ഷേ തിരുത്താൻ വേണ്ടി തെറ്റ് ചെയ്യണോ? അങ്ങനെയുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ചർച്ചകളിലും വായിച്ചു, വേണം ഇതിലും വായിക്കാം. ഗവൺമെൻറ് ഓർഡർ 2022 പ്രകാരമാണ് ഈ പറയുന്ന ഈ വീര്യം കുറഞ്ഞ മദ്യങ്ങൾ അത് പ്രോത്സാഹിപ്പിക്കാനും അത് നിർമ്മിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വെളിയിലുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവരുവാനുമുള്ള തീരുമാനം അന്നത്തെ LDF ഗവൺമെൻറ് എടുക്കുന്നത്. അതുപോലൊരു ഗവൺമെൻറ് ഓർഡറിലൂടെ പുറത്തു വരേണ്ടതാണ് സർക്കാരിൻ്റെ മദ്യനയം. കഴിഞ്ഞ സർക്കാരിൻ്റെ മദ്യനയം മുമ്പോട്ട് കൊണ്ടുപോകാനല്ലോ UDF സർക്കാർ വരുന്നത്. അങ്ങയുടെ ചോദ്യം ഞാൻ അംഗീകരിക്കുകയാണ്. അപ്പോൾ ഒരു ടാക്സ് ഇംപ്ലിമെന്റേഷൻ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം സർക്കാരിൻ്റെ കഴിഞ്ഞ ദിവസമല്ല, ഞാൻ പറഞ്ഞ കഴിഞ്ഞ ചർച്ചയിൽ ശ്രീ PK ഗോപൻ ചോദിച്ച ചോദ്യമുണ്ട്. അതായത് ഡെലിവറി വാർഡ് എന്ന് എഴുതിയിട്ട് താഴെ ബ്രാക്കറ്റിൽ സ്ത്രീകൾക്ക് മാത്രം എന്ന് എഴുതി വെക്കേണ്ട കാര്യമില്ലല്ലോ. എന്ന് പറഞ്ഞാൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഘടന സ്ലാബ് ഉണ്ടാക്കിയിട്ട് അത് മദ്യനയമല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റുക? അത് പ്രശ്നമായപ്പോഴാണല്ലോ അത് മദ്യനയമാവുകയും മദ്യനയം തീരുമാനിച്ചിട്ട് UDF ആലോചിച്ച് ഞങ്ങൾ തീരുമാനിക്കാം എന്ന് യൂട്ടേൺ ഉണ്ടാകുന്ന ശ്രീ വസന്ത്. കാര്യം എല്ലാവർക്കും മനസ്സിലാവില്ലേ? അല്ല, ഇൻഷുറൻസ് എടുത്തെന്നും പറഞ്ഞ് അപകടം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. അതാണ് ഈ കാര്യത്തിൽ തിരിച്ചുള്ള ഉത്തരം. അത് അദ്ദേഹത്തിന് മനസ്സിലാവുമെങ്കിൽ മനസ്സിലാവട്ടെ. ഞാൻ പറയുന്നത് മദ്യനയം അതാണ്. സർക്കാർ ഏത് മദ്യം വിൽക്കണം, എവിടെ വിൽക്കണം, എത്ര കണക്കിന് വിൽക്കണം, ഏതൊക്കെ ഇപ്പം വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണമോ വേണ്ടയോ, അതുമാത്രമല്ല വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ ഉൾപ്പെടും, അത് ഏതൊക്കെ ഔട്ട്ലെറ്റുകളിലൂടെ വിൽക്കാം, ആർക്കൊക്കെ അത് അവൈലബിൾ ആക്കാം എന്നുള്ളതെല്ലാം തീരുമാനിക്കേണ്ടത് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച GO ആയി പുറത്തു വരേണ്ട, ഗവൺമെൻറ് ഓർഡറായി പുറത്തു വരേണ്ട സർക്കാരിൻ്റെ മദ്യനയമാണ്. അതിൽ എക്സൈസ് വകുപ്പിനും സാമ്പത്തിക വകുപ്പിനും സംയുക്തമായ ഒരു GO ആണ് പുറത്തു വരാനുള്ളത്. അതായത് സർക്കാരിന്റെ അബ്കാരി നയം. ആ അബ്കാരി നയത്തിലാണ് ഈ തീരുമാനം ഉണ്ടാകുക. അത് എല്ലാ തീരുമാനം ഉണ്ടായിട്ട് പോരെ സാറേ? ഇല്ലാത്ത കുഞ്ഞിന് പേരിടേണ്ട കാര്യമുണ്ടോ? കുഞ്ഞ് ജനിച്ചിട്ട് പേരിട്ടാ പോരെ? ഈ പറഞ്ഞ അബ്കാരി നയം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നയമാണ്. ആ നയമായിട്ട് പോരെ ഈ പറയുന്ന രീതിയിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് ടാക്സ് വെക്കണോ വേണ്ടോ തീരുമാനിക്കുക? അതല്ലാതെ നേരത്തെ അങ്ങ് പേരിട്ട് കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കണം നമ്മൾ ചെയ്യുക അല്ലല്ലോ വസന്ത്. അല്ല, അങ്ങനെയല്ലല്ലോ ശ്രീ ഹാഷ്മി. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ സർക്കാരിൻ്റെ അബ്കാരി നയം പുറത്തു വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം അബ്കാരി നയം ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് പറയുകയും ചെയ്തു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് സർക്കാരിൻ്റെ അബ്കാരി നയം വരുന്നെങ്കിൽ അപ്പോൾ ടാക്സ് എപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും? ബഡ്ജറ്റിലൂടെയല്ലേ ഇത് പ്രഖ്യാപിക്കേണ്ടത്? സർക്കാരിൻ്റെ അബ്കാരി നയം അടുത്ത മാസം, മാക്സിമം പോയാൽ ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം അത് പുറത്തു വരും. അത് പുറത്തു വരുമ്പോൾ വിൽക്കണം എന്നായിരുന്നു സർക്കാരിൻ്റെ അബ്കാരി നയം തീരുമാനിക്കുന്നതെങ്കിൽ ആ അബ്കാരി നയം തീരുമാനിക്കേണ്ടത് UDF-ലെ ഘടകകക്ഷികളുണ്ട്. അവർ ഈ പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്റ്റേക്ക് ഹോൾഡേഴ്സ്, മദ്യവിരുദ്ധ സമിതി അംഗങ്ങളുണ്ട്, പ്രതിപക്ഷത്തിൻ്റെ വാദങ്ങളുണ്ട്. ഇതെല്ലാം വിലക്കെടുത്തായിരിക്കും അത് രൂപീകരിക്കുക. പക്ഷെ അത് രൂപീകരിക്കുമ്പോൾ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെത് എന്ന കണക്കിന് തന്നെ എന്ന പോലെ തന്നെ ഈ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാം എന്ന തീരുമാനത്തിലേക്കാണ് എത്തുന്നതെങ്കിൽ അപ്പോൾ എവിടെ ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്യും? മതിയാവുകയുള്ളൂ.
ഈ പോയ സർക്കാർ കേരളത്തിൽ കള്ളൊഴുക്ക് നടത്തി, ഈ പറഞ്ഞ 28 ബാറുകൾ 800 ബാറുകളാക്കി ഉയർത്തി, 3000% വർധനവുണ്ടാക്കി, തീരുമാനങ്ങളിലൊക്കെ കള്ളൊഴുക്കുണ്ടാക്കി, അതിനൊക്കെ പശ്ചാത്തലമായ അഴിമതിയുണ്ട് എന്ന് വാദിച്ചുകൊണ്ടേ ഇരുന്നവരല്ലേ ശ്രീ വസന്ത് നിങ്ങൾ ഏതാനും മാസങ്ങൾ മാത്രം മുമ്പ്? അപ്പൊ കള്ളൊഴുക്കാതെ കേരളത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? അപ്പൊ എന്തിനാണ് സംശയം? വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കാവോ ഇല്ലയോ എന്നുള്ള ആലോചന 100% നിങ്ങൾ രാഷ്ട്രീയമായി നിങ്ങളില്ല എന്നല്ല തീരുമാനിക്കേണ്ടത്. എല്ലാം പോയ സർക്കാർ തീരുമാനങ്ങളുടെ ബാക്കി എന്നൊക്കെ സാങ്കേതികത എത്ര കാലം പറയാൻ പറ്റും? അല്ല, അത് പറഞ്ഞ് തടിതപ്പൻ എനിക്ക് യാതൊരുവിധ ലക്ഷ്യവും ഇല്ല. ഈ വീര്യം കുറഞ്ഞ മദ്യം അത് എത്തരത്തിലാണ് അതിൻ്റെ സാമൂഹിക ഇമ്പാക്റ്റ് ഉണ്ടാകുക എന്നുള്ളതിനെ പറ്റി പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടൊരു സമിതി ഉണ്ടാവും, ഒരു സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി ഉണ്ടാവും. ആ സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡിക്ക് ശേഷമായിരിക്കും സർക്കാർ ഒരു തീരുമാനം എടുക്കുക. ആ സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി മുമ്പോട്ട് വെക്കുന്നത് പോസിറ്റീവ് ആണെങ്കിൽ, വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ അതിന് ടാക്സ് ഇംപ്ലിമെന്റേഷൻ ഉണ്ടാവേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.